ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അടിപൊളി മയോണൈസ് ആണ്. നമ്മളിന്ന് അത് വിസ്ക് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ എല്ലാവരും മിക്സി ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. മിക്സി നമുക്ക് എളുപ്പമാണ്, പക്ഷേ നമുക്കൊന്ന് വിസ്കിലൊന്ന് ട്രൈ ചെയ്യാം. അതിന് ഞാൻ ഇവിടെ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ കനൽ ഓയിൽ എടുത്തു വെച്ചിട്ടുണ്ട്, ഷുഗർ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമ്മളൊരു നുള്ളാണ് ഉപയോഗിക്കുന്നത്. ഷുഗർ, സോൾട്ട് അതൊരു നുള്ളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ എഗ്ഗ് ഉപയോഗിക്കുന്ന എഗ്ഗിൻ്റെ യോക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ വൈറ്റ് മാറ്റിക്കളയും. പിന്നെ ഒരല്പം നാരങ്ങാനീര്, ഒരു 1/2 ടീസ്പൂൺ നാരങ്ങാനീര്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഫ്രഞ്ച് മസ്റ്റാർഡ്. ഇതെല്ലാമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് എന്നെ എല്ലാം എടുത്തൊന്ന് ആഡ് ചെയ്ത് അതൊന്ന് ബീറ്റ് ചെയ്യാമാണ്. നമുക്കതൊന്ന് നോക്കാം. ഞാൻ ആ എഗ് യോക്ക് മാത്രം എടുത്തു. ഒരു പിഞ്ച് ഷുഗർ, ഒരു പിഞ്ച് സോൾട്ട്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മസ്റ്റാർഡ്, പിന്നെ അല്പം നാരങ്ങാനീര്. നമുക്കിതെല്ലാം എടുത്തൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് ചേർന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ഓയിൽ വളരെ സ്ലോയിലായിട്ട് നമുക്ക് ഡ്രോപ്പായിട്ട് വീഴുന്ന തരത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ മയോണൈസ് ഒരുവിധം സെറ്റായി തുടങ്ങി. നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, നമ്മൾ കണ്ടിന്യൂസ് ബീറ്റ് ചെയ്ത് വേണം. കൈയൊക്കെ കുറച്ച് അല്പം വേദന എടുക്കുമെങ്കിലും നമുക്ക് എന്തായാലും അതിന് ഫലം കിട്ടും. നിങ്ങൾക്കത് ശ്രദ്ധിക്കാം. വളരെ നൈസായിട്ട് നൂല് പോലെ നമ്മുടെ ഓയിൽ ഇതിനകത്തേക്ക് വീഴാൻ പോകും. അപ്പോഴാണ് നമ്മുടെ മയോണൈസിന് അല്ല നമുക്കൊന്ന് കാണാതെ ഉണ്ടോ, നമുക്ക് ആവശ്യത്തിന് ഈ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. ഞാനൊരു സ്പൂണിൽ കാണിച്ചു തരാം. അതൊന്ന് കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മൾ വിസ്ക് കൊണ്ട് അടിച്ചെടുത്ത മയോണൈസാണിത്. ഇനി നമുക്ക് ഒന്ന് മിക്സർ ഗ്രൈൻഡറിൽ എങ്ങനെ മയോണൈസ് അടിക്കാമെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ആ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മളത് സീസണിങ് ചെയ്യാനുള്ള ലെമൺ ജ്യൂസും സോൾട്ടും ഷുഗറും നമ്മൾ മയോണൈസ് ആയി കഴിഞ്ഞ ശേഷമായിട്ട് നമുക്ക് ചേർക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അത് പൊട്ടിപ്പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് മയോണൈസ് ചിലപ്പോൾ ചേരില്ല, നല്ല ക്രീമി ആയിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രഞ്ച് മസ്റ്റാർഡും നമ്മുടെ എഗ് യോക്കും ആദ്യം ഒന്ന് തന്നെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഒരു കറക്കം കറക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓയിൽ കുറച്ച് ഒഴിക്കാം. അപ്പോൾ ഈ എഗ് യോക്കിൻ്റെ ഒരു 3 ഇരട്ടി നമുക്ക് ഓയിൽ അതിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തേക്കുന്നത്. നമ്മൾ അതിനകത്തേക്ക് എഗ് യോക്ക് ഇട്ട് കൊടുക്കുകയാണ്. മസ്റ്റാർഡ് നമ്മളൊരു 1/2 ടീസ്പൂൺ മസ്റ്റാർഡ് അതിനകത്ത് ചേർത്തു. ഇനി നമുക്കിതൊന്ന് പതിയെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്ക് ഓയിൽ ഒഴിക്കാം. നിങ്ങൾക്ക് കാണാതെ
അത് നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. നമ്മളത് പതിയെ ഒന്ന് മിക്സി ഓൺ ചെയ്യണം, ഓഫ് ചെയ്യണം. നമ്മൾ ആദ്യം തന്നെ എഗ് യോക്കും നമ്മൾ ആ മസ്റ്റാർഡും ഇതും കൂടി ഇട്ടത് നമ്മളൊന്ന് ആദ്യം തന്നെ ഒന്ന് പതിയെ ഒന്ന് കറക്കിയെടുത്തു. ജസ്റ്റ് ഒറ്റ കറക്കി അത് കഴിഞ്ഞാൽ അത് ബ്ലെൻഡ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഒരല്പം വെളിച്ചെണ്ണ, ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഓയിൽ നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. വീണ്ടും ഒരു കറക്കി നമ്മൾ വീണ്ടും ഒരു 2 ടീസ്പൂൺ ഓയിൽ വീണ്ടും ഒഴിച്ചു കൊടുത്തു. നമ്മൾ ഒന്നുകൂടി കറക്കി. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഓയിൽ ഒരിക്കലും ഒഴിക്കരുത്. അങ്ങനെ ഒരുമിച്ച് ഓയിൽ ഒഴിച്ചാൽ മയണൈസ് പൊളിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഒന്നുകൂടി കറക്കി. ഇപ്പോൾ നിങ്ങൾക്കത് കാണാം, നമ്മുടെ മയണൈസ് നല്ല ഒരു ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് ഒരല്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ ലെമൺ ജ്യൂസ് നമുക്കൊരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു നുള്ളു പഞ്ചസാര, പിന്നെ ഒരു നുള്ളു ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം അത് ആഡ് ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ മയണൈസ് പൊളിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ആഡ് ചെയ്യാതെ വെച്ചത്. അപ്പോൾ നമ്മുടെ നല്ല ക്രീമി ആയിട്ടുള്ള മയണൈസ് ആയിട്ടുണ്ട്. ഒരല്പം പഞ്ചസാര. ഇനി നമുക്കൊന്ന് പതിയെ അടിക്കാം. ഇനി നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് അടിപൊളിയായിട്ട് മയണൈസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ കുറച്ചും കൂടി വൈറ്റ് കളറായിരിക്കും. ഇതിന് കുറച്ച് നല്ല ഒരു യെല്ലോ കളറായിരിക്കും നമ്മൾ കൈ കൊണ്ട് അടിച്ചെടുത്തത്. പക്ഷെ രണ്ടും നല്ല ടേസ്റ്റി ആയിരിക്കും. മിക്സിയിലും അടിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചടിക്കണം. ഞാൻ പറഞ്ഞ ടെക്നിക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ മയണൈസ് പൊളിഞ്ഞു പോകാൻ സാധ്യതയില്ല. നമ്മൾ വിസ്കിലടിച്ചാലും നമ്മൾ വളരെ ഡ്രോപ്പായിട്ട് ഓയിൽ വീഴാൻ പാടുള്ളൂ. നമ്മൾ കൂടുതൽ ഓയിൽ ഒഴിച്ചാൽ നമ്മുടെ മയണൈസ് പൊളിയും. അതുപോലെ തന്നെ മിക്സിയിൽ നമ്മൾ മിക്സി അടിക്കുക, ഒന്ന് ഓഫ് ചെയ്യണം. പിന്നെ വീണ്ടും അങ്ങനെ പതിയെ അടിച്ചെടുക്കണം. ഒറ്റയടിക്ക് നമുക്ക് ബ്ലെൻഡർ ആണെങ്കിൽ മേളിൽ ഓപ്പണിംഗ് ഉള്ള ഒരു ബ്ലെൻഡർ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഓയിൽ പതിയെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നമ്മളത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ സീസണിങ് നമ്മൾ ഇതിന് ചെയ്തത്, നമ്മുടെ മിക്സിയിൽ അടിച്ചതിന്. നമുക്ക് മറ്റേത് ഒരുമിച്ച് തന്നെ നമ്മൾ സീസൺ ചെയ്തിട്ടാണ് നമ്മൾ അടിച്ചെടുത്തത്. ഇപ്പോൾ നമ്മുടെ 2 രീതിയിലുള്ള മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തതും ഒന്ന് കൈകൊണ്ട് വിസ്കിൽ അടിച്ചെടുത്തതും. ഇനി നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്.